എല്ലാവർക്കും ഉള്ള ഒരാഗ്രഹം ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി മരിക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. പുണ്യങ്ങൾ മാത്രം ജീവിതത്തിൽ കൂടുതൽ ചെയ്യുക. എത്രത്തോളം പുണ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം പുണ്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും സന്തോഷമായിട്ട് മരിക്കാനും സാധിക്കും. മരിക്കുന്നൊരു വ്യക്തി എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നത്? കാരണം ആ വ്യക്തി തൻ്റെ പൂർവ്വകർമ്മങ്ങളെ, ചീത്തകർമ്മങ്ങളെ കാണുന്നു, താൻ ചെയ്തിട്ടുള്ള ദുഷ്ടപ്രവൃത്തികളെ കാണുന്നു. ആ വ്യക്തിക്ക് ഒരിക്കലും സന്തോഷമുണ്ടാകുകയില്ല. അപ്പോൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ ശുഭകാര്യങ്ങൾ മാത്രം, പുണ്യകാര്യങ്ങൾ മാത്രം ചെയ്യുക. അതായത് ഒരു കാരണവശാലും ഒരു ജീവിയെയും കൊല്ലരുത്. കൊല്ലാതിരിക്കുന്നത് ഏറ്റവും നല്ലൊരു പുണ്യകാര്യമാണ്. മോഷ്ടിക്കരുത്. അതിനു പകരം നമ്മൾ ദാനം കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യകാര്യമാണ്. വ്യഭിചരിക്കരുത്. അതിനു പകരം നമ്മൾ ബ്രഹ്മചര്യം പാലിക്കുന്നത് ഏറ്റവും വലിയ ഒരു പുണ്യമാണ്. നുണ പറയരുത്. അതിനു പകരം സത്യം പറയുക എന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. ഇങ്ങനെ മനസ്സിനെ പൂർണ്ണമായിട്ടുള്ള പ്രകാശം ഉണ്ടാക്കാനുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുണ്യമാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക, ധ്യാനിക്കുക, അതൊരു പുണ്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പ്രജ്ഞയെ അല്ലെങ്കിൽ അറിവിനെ ഉണർത്തുക, അതും പുണ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജീവിതത്തിൽ പുണ്യകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒരു ജീവികൾക്കും ഒരു തരത്തിലുള്ള വേദനയും കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും സന്തോഷമായിട്ട് മരിക്കാനും സാധിക്കും. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.